ആത്യന്തികമായി ഫേസ് യോഗനെ കുറിച്ച് പറയാൻ ഞാൻ ആരുമല്ലെങ്കിലും 2 ഇയേഴ്സായിട്ട് ഒരു നോർമൽ ഇൻഡിവിജ്വലായ ഞാൻ ഇതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കി എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ പറയുന്ന പാർട്ട് 2 വീഡിയോ ആണ് കേട്ടോ ഇത്. സോ നമ്മുടെ ഫേസ് യോഗേൻ്റെ ഇൻവെൻറ്റർ എന്ന് പറയുന്നത് ഫ്യൂമിക്കോ ടക്കാസു എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ്. അപ്പോൾ ബേസിക്കലി പുള്ളിക്കാരിൻ്റെ സ്റ്റോറി എന്താണെന്ന് വെച്ചാൽ പുള്ളിക്കാരി ഒരു കാർ ആക്സിഡൻറ്റിൽ പെട്ട് ഫേസ് ഫുള്ള് ഏസിമെട്രി ആയി. അപ്പോൾ പുള്ളിക്കാരി ഇൻവെൻറ്റ് ചെയ്ത ഒരു മെത്തേഡാണ് ഫേസ് യോഗ. അത് ചെയ്തപ്പോൾ പുള്ളിക്കാരിക്ക് നല്ല റിസൾട്ട് കിട്ടി. ഫേസ് നന്നായിട്ട് ടോൺ ചെയ്ത് പഴയതുപോലെ പുള്ളിക്കാരി സെറ്റാക്കി എടുത്തു എന്നാണ് കഥ പറയുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയട്ടെ, പോയിന്റ് റിഡക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു കാര്യമേ ഇല്ല. നമ്മുടെ ഏതെങ്കിലും ഒരു പാർട്ട് ഓഫ് ബോഡി നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ട് മാത്രം അവിടുത്തെ ഫാറ്റ് ലോസ് ഒന്നും സംഭവിക്കാൻ വേണ്ടി പോകുന്നില്ല. സോ നമ്മൾ ഓവറോൾ നല്ലൊരു ഡയറ്റും എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മുടെ ബോഡിയിലെ ഫാറ്റ് കുറയ്ക്കുമ്പോഴത്തേനും ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫേസിലെ ഫാറ്റും കുറയും. അല്ലാതെ ഫേസ് യോഗ മാത്രം ചെയ്തുകൊണ്ട് ഫേസിലെ ഫാറ്റ് കുറയാൻ വേണ്ടി പോകുന്നില്ല. അപ്പം നിങ്ങൾ എന്നോട് ചോദിക്കും, ഫേസ് ഫാറ്റ് കുറയുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് എല്ലാവരും ഫേസ് യോഗ ചെയ്യുന്നതെന്ന്. നമ്മൾ ഹോർമോണൽ ഇംബാലൻസസ് കാരണം കൊണ്ടും നമ്മൾ രാത്രി നന്നായിട്ട് കിടന്ന് ഉറങ്ങിയില്ലെങ്കിൽ പിറ്റേ ദിവസം രാവിലെ നമ്മുടെ മുഖം ഒരുമാതിരി വീർത്ത് കിട്ടിയിരിക്കും. ആ സമയത്ത് നമ്മൾ ഫേസ് യോഗ ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു റിലാക്സേഷൻ പ്ലസ് ലിംഫാറ്റിക് ഡ്രെയിനേജ് ഒക്കെ സംഭവിച്ച് നമുക്ക് ഫേസൊക്കെ പ്രോപ്പറായിട്ട് ഒരു ഷേപ്പ് പോലെ കിട്ടുന്ന പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ ഒരു സെൽഫ് കെയർ ആൻഡ് സെൽഫ് ലവ് അത്രേ ഉള്ളൂ. അല്ലാതെ പ്രോപ്പർ ഡയറ്റ് ഇല്ലാതെ നിങ്ങൾ ഫേസ് യോഗ ചെയ്തുകൊണ്ട് മാത്രം ഫേസ് ഫാറ്റ് കുറയില്ല. അപ്പോൾ ഞാൻ എൻ്റെ ബിഫോർ ആൻഡ് ആഫ്റ്റർ പിക്ചർ ഇവിടെ കൊടുത്തേക്കാം. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് വല്ലതും തോന്നുവാണെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇടാൻ വേണ്ടി മറക്കരുത്. പിന്നെ ഫേസ് യോഗ ട്രൈ ചെയ്യാൻ വേണ്ടി നിൽക്കുന്ന നിങ്ങളുടെ ചങ്കിനെ മെൻഷൻ ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ അത്രയുള്ള പെണ്ണുങ്ങളെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.